ടൂറിസം ഡിപ്പാർട്ട്മെന്റും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ഡിസംബർ 24 തൊട്ട് ജനുവരി 4 വരെ കനകക്കുന്നിൽ ഒരുക്കുന്ന വസന്തോത്സവം പുഷ്പമേളയിൽ കേരള കാർഷിക സർവകലാശാലയെ പ്രതിനിധീകരിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാം പങ്കെടുക്കുന്നു. വസന്തോത്സവം 2025-26 24 തീയതി ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് വൈകുന്നേരം 6:30 മണിക്ക്. ഇവിടെ അതിനുള്ള ഒരുക്കങ്ങൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. നാളത്തേക്ക് ശ്രമിക്കാം. വസന്തോത്സവം 2025-26 കനകക്കുന്ന് പാലസ്. അവിടെ അവസാനഘട്ട തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഇന്ന് സന്ദർശകർക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അതിമനോഹരമായ വലിയൊരു ഡ്രാഗൺ ഇവിടെ തയ്യാറാവുന്നു. ധാരാളം ആർട്ടിസ്റ്റുകൾ ഒരേ സമയം പണിയെടുത്തുകൊണ്ടാണ് ഇവിടെ പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ഡിസംബർ 24-നാണ്. പക്ഷേ ഷൂട്ട് ചെയ്തത് ഡിസംബർ 23 വൈകുന്നേരമാണ്. ഡിസംബർ 24-നാണ് 6 മണിക്ക് ടൂറിസം വകുപ്പ് മന്ത്രി ഈ ഒരു വലിയ മാമാങ്കം ഉദ്ഘാടനം ചെയ്യാനായി പോകുന്നത്. അതിമനോഹരമായ കാഴ്ചകൾ ഒരുങ്ങുകയാണ്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക്, ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക്, പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് അസുലഭമായ ഒരു നിമിഷം തന്നെയാണ്. ശരിക്കും ദ സീക്രട്ട് എന്ന ആ വലിയൊരു പുസ്തകത്തിൽ പറയുന്നത് പോലെ സമൃദ്ധിയുടെ, സമ്പന്നതയുടെ മനോഹരമായ ഒരു വസന്തത്തെ നമുക്ക് വരവേൽക്കാം. വിവിധയിന അലങ്കാര പൂച്ചെടികളും ഇലച്ചെടികളും കൊണ്ട് വർണ്ണമനോഹരമായ ഒരു കാഴ്ചയാണ് കനകക്കുന്നിൽ ഒരുക്കിയിട്ടുള്ളത്. നമ്മളൊക്കെ പണ്ട് കണ്ടിട്ടുള്ളതിൽ നിന്നും വിഭിന്നമായി ധാരാളം പുതിയ ഇനം ചെടികൾ ഇവിടെ കാണാൻ സാധിക്കും. ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം, കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം. ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം, ശകുന്തള പാടിയ മായാമോഹനഗാനം. ഇതാ 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 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേരോട്ടമുള്ള ഒരു നാടായി മാറുന്നു കേരളം. കാഴ്ചകളങ്ങനെ മുന്നോട്ട് കണ്ടു നടക്കാൻ നമുക്ക്. വസന്തോത്സവം ഫ്ലവർ ഷോയിൽ അമച്വർ ഗ്രോവേഴ്സ്, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, നഴ്സറികൾ എന്നിവർക്കെല്ലാം പ്രത്യേക മത്സരങ്ങളുണ്ട്. ചെടികളെക്കുറിച്ചും പൂക്കളെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ ഷീനയാണ്. നമുക്ക് എവിടെ പോയാലും ഇങ്ങനെ നമ്മോടൊപ്പം നടക്കാൻ ആ വിഷയത്തിൽ ഏറെ പാണ്ഡിത്യമുള്ള, അവഗാഹമായ അറിവുള്ള ആരെങ്കിലും ഗസ്റ്റായി ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമ്മൾ കനകക്കുന്ന് പാലസിൻ്റെ ചുറ്റുമാണുള്ളത്. ധാരാളം വാഹനങ്ങളിൽ ഇവിടേക്ക് ചെടികൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ സ്ഥലങ്ങളൊക്കെ നാളെ പുലരുമ്പോൾ പൂവസന്തം കൊണ്ട് പൂക്കാലം സൃഷ്ടിക്കുന്ന അതിമനോഹരമായ ധാരാളം അത്ഭുതമായ ചെടികളെ കൊണ്ട് നിറയും എന്നതിൽ സംശയമില്ല. ഏകദേശം 2500ഓളം വിവിധ ഇനം ചെടികൾ കാർഷിക കോളേജിൽ നിന്ന് ഇവിടെ പ്രദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട്.
വിവിധയിനം പൂച്ചെടികൾ, ഇലച്ചെടികൾ, ഓർക്കിഡുകൾ, ബോൺസായി, ആമ്പൽ, താമര, വിവിധയിനം മുളകൾ ഇവയ്ക്കെല്ലാം പ്രത്യേക ഇനങ്ങളിലായി മത്സരമുണ്ട്. ഞാൻ ഡോക്ടർ ഷീന, വെള്ളായണി ഇൻസ്ട്രക്ഷൻ ഫാമിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഓക്കെ. എൻ്റെ പേര് അമിത. ഞാൻ MSc സ്റ്റുഡൻ്റാണ് വെള്ളായണി കാർഷിക കോളേജിൽ. ഇത് മൂൺ കാക്ടസ് ആണ്. അതിന് ഹരിതകമില്ലാത്തതിനാൽ അതൊരു പച്ച കാക്ടസിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. വിവിധയിനം സക്കുലന്റ് ചെടികളെ ഡ്രിഫ്റ്റ് വുഡിൽ സജ്ജീകരിച്ചിരിക്കുകയാണ്. എന്ന് പറയുന്ന ഓർക്കിഡാണ്. അതിന് മോത്ത് ഓർക്കിഡ് അല്ലെങ്കിൽ ശലഭ ഓർക്കിഡ് എന്ന് പറയും. സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരാ. ബോൺസായി കണിക്കൊന്നയാണിത്. ശരിക്കും ഈ സീസണിലല്ലേ ഇത് പൂക്കാറ്? ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം കണിക്കൊന്ന സീസൺ മാറിയാണ് പൂവിടുന്നത്. നാളത്തേക്ക് ശ്രമിക്കാം. സ്വപ്നം മലരാ എൻ കൈക്കും വിളി വിടരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയോതി ദൂരെ. ചെടികളെ കുള്ളൻ മരങ്ങളായി വളർത്തിയെടുക്കുന്ന ഒരു രീതിയാണ് ബോൺസായി. അതിനായി വളരെ വർഷത്തെ പരിശ്രമം കൊണ്ടാണ് ബോൺസായി ചെടികളെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അവയെ സാധാരണ പോലെ തന്നെ വെള്ളവും വളവും എല്ലാം കൊടുത്ത് വളർത്തിയതിന് ശേഷം പ്രത്യേക രീതിയിൽ അവയുടെ കമ്പുകൾ കോതുകയും വളയ്ക്കുകയും ഒക്കെ ചെയ്താണ് അവയെ കുള്ളൻ മരങ്ങളായി നിലനിർത്തുന്നത്. അപ്പോൾ ഈ ബോൺസായിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ചെടി പാറപ്പുറത്തു നിന്ന് തന്നെ കിട്ടണമെന്നുണ്ടോ? അതെ, നമുക്ക് ഏത് തൈകളെ വേണമെങ്കിലും ബോൺസായി മാറ്റിയെടുക്കാവുന്നതാണ്. സാധാരണ രീതിയിൽ മുമ്പ് അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയാണ് കരുതിയിരുന്നത്, പണ്ടൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്നാൽ ശരിക്കുമുള്ള ബോൺസായി അങ്ങനെയല്ല. ചെടികളെ നമ്മൾ എല്ലാ പരിചരണവും കൊടുത്ത് എന്നാൽ അവയെ നിരന്തരം കൊമ്പ് കോതുകയും കൊമ്പുകളെ ക്രമീകരിക്കുകയും ചെയ്താണ് ബോൺസായി ആക്കി ക്രമീകരിച്ചെടുക്കുന്നത്. ഏത് ചെടിയും ഇങ്ങനെ കഴിയുമ്പോൾ ചെറിയ ഇലകളുള്ള ചെടികളാണ് ബോൺസായിക്ക് ഉചിതം. ബോൺസായി ചെടിക്ക് അതിന്റെ കാലാവധി കൊണ്ടാണോ പ്രൈസ് കൂടുന്നത്? അതായത് ബോൺസായി ചെടി എന്ന് പറയുമ്പോൾ അതിന് അമിതമായി വലിപ്പം വെക്കാതെ നമ്മൾ അതിനെ ക്രമീകരിക്കേണ്ടതാണ്. അപ്പൊ അതിന്റെ തായ്തടിക്ക് വണ്ണം കൂടുകയും പഴക്കമേറുകയും ചെയ്യുന്തോറും അതിന്റെ മൂല്യം കൂടും. ഏകദേശം 35,000-ത്തിലധികം പൂച്ചെടികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഏറ്റവും ജനപങ്കാളിത്തത്തോടുകൂടി കേരളത്തിൽ നടത്തപ്പെടുന്ന ഫ്ലവർ വസന്തോത്സവം ക്യാപിറ്റൽ സിറ്റിയിൽ നടക്കുമ്പോൾ അതിന് പങ്കാളികളായിട്ട് ഗവൺമെൻറ് ഇതര സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് നഴ്സറികൾ, പിന്നെ വ്യക്തികൾ, ഇത്രയും ജനപങ്കാളിത്തത്തോട് നടക്കുന്ന ഒരു ഫ്ലവർ ഷോ കേരളത്തിൽ മറ്റൊന്നില്ല. ഏകദേശം 75 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു ഫ്ലവർ ഷോ ആണ് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന ക്യാപിറ്റൽ സിറ്റിയിൽ നടക്കുന്ന വസന്തോത്സവം 2025. 2025 ക്രിസ്തുമസും 2026 പുതുവർഷവും നമുക്ക് അങ്ങനെ ഈ വസന്തോത്സവത്തോടൊപ്പം ആഘോഷിക്കാം അല്ലേ? തുടർന്നും വീഡിയോകൾ കാണാൻ ഒപ്പമുണ്ടാവുക. പ്രിയപ്പെട്ട എല്ലാവർക്കും 1000 പുതുവത്സര ആശംസകൾ. നന്ദി, സ്നേഹം. സാഫ്രോൺ മീഡിയ.